ഹലോ ഗൈസ്, അപ്പോൾ സ്ഥിരം കലാപരിപാടി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്ന് കുറച്ച് മടിയുണ്ടെങ്കിലും വേറെ വഴിയില്ലാന്ന് തോന്നിയപ്പം പോവാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം തുടങ്ങി തന്നെ ജഹാനിനെ കണ്ടുകൊണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ദിവസമായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജിലുള്ള ഇൻസുലിനൊക്കെ ലോഡ് ചെയ്തു. ഷേലയ്ക്കിന്ന് നല്ല തിരക്കായിരുന്നു, അത് അവളുടെ ഫേസിൽ കാണാനും ഉണ്ട്. SV അയച്ചു കൊടുക്കാൻ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, അപ്പോൾ SV അയച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇത് ഞങ്ങളെ പൊന്നു മോളാണ് കേട്ടോ, 41-ലെ. ഞങ്ങൾ അന്നു എന്നാണ് വിളിക്കുക. അവൾക്ക് ഞങ്ങൾ സിസ്റ്റർമാരെയൊക്കെ പേടിയാണ്, ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ ഞങ്ങളെ കൂടെ ഒന്നും വരില്ല. ഞങ്ങൾ കുറേ വിളിച്ചു, വാ അന്നു ഞങ്ങൾ അത് തരാം ഇത് തരാം, പക്ഷെ വരില്ല. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഇൻട്രോവേർട്ടിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതുമായി ബസ് കണ്ടപ്പോൾ തന്നെ സൈഡ് സീറ്റ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. രാത്രിയായാലും പകലായാലും സൈഡ് സീറ്റ് അത് മുഖ്യം. ഇന്നലെ വരെ നോർമൽ ഡോറായ ഈ ബസ്സിൽ ഇന്ന് ഓട്ടോമാറ്റിക് ഡോറ്. ഞാൻ വ്ലോഗറായതിന് ശേഷമാണോ ഈ മാറ്റം വന്നതെന്ന് എനിക്ക് സംശയമില്ലാതില്ല. സാധാരണ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞാലും ക്ലാസ് കഴിഞ്ഞാലും നേരിട്ട് വീട്ടിലേക്കാണ് പോവുക. ഞാൻ നേരെ അപ്പുറത്തെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ സാധാരണ ഒരാളല്ലല്ലോ. നല്ലൊരു സേമിയ പായസം ഉണ്ടായിരുന്നു, ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. അപ്പോഴേ ഞാൻ ഇവളോട് ചോദിച്ചതാ വേണോ വേണോന്ന്. അവൾക്ക് വേണ്ട. പിന്നെ പായസം അവിടെ തീർന്നു തോന്നിയപ്പോൾ അവൾക്ക് വേണം. അപ്പം വട്ട കൊടുത്തു. പിന്നെന്താ, നമ്മളോടാ കളി. ദേവൂട്ടനുണ്ടാക്കിയൊരു പോസ്റ്റാണ് യുദ്ധം നാശത്തിലേക്കുള്ള കവാടമാണെന്ന്. അപ്പോഴാണ് രാജേഷ് ഏട്ടൻ വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ രാജേഷ് ഏട്ടനോട് ചോദിച്ചു ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് അവസ്ഥ എന്ന്. അപ്പോൾ രാജേഷ് ഏട്ടൻ പെരുന്തള്ള്. ഇന്നലെ എൻ്റെ പുതിയ ടീഷർട്ടും കൊണ്ടാണ് പോയത് മിസൈലിന്.